ഇനി ഫ്ലാഷ് ചെയ്യുന്നതിന് എത്ര രൂപ കൊടുക്കേണ്ടതായിട്ട് വരും? പലരും പറയുന്നുണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 400, 500, 600, 700, 2000, 3000, 4000, 4500 ഒക്കെ പറയുന്നവരുണ്ട്. അപ്പോൾ അതൊക്കെ ശരിയാണോ എന്ന് പറയാൻ ചോദിക്കുന്നുണ്ട്. ഒരാൾ എന്നോട് കമന്റ് ബോക്സ് ചോദിച്ചിട്ടുണ്ട്, അല്ല സോറി ഇൻസ്റ്റയിൽ വന്ന് ചോദിച്ചിട്ടുണ്ട്, ഫ്ലാഷ് ചെയ്യാൻ കൊടുത്ത് ഫോണിൻ്റെ സോഫ്റ്റ്വെയർ പോയി ഫ്ലാഷ് ചെയ്യാൻ കൊടുത്തപ്പോഴത്തേക്കും അവർ എന്നോട് 4500 രൂപയാണ് ചോദിക്കുന്നത്. അത് ശരിയാണോ? ഒരു 4500 ആവുമെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ടെക്നീഷ്യന്മാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, ആവും, ചില സമയത്ത് ആവും. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ പല സോഫ്റ്റ്വെയർ സംബന്ധമായിട്ടുള്ളത് ഒരു സെക്ഷൻ മാത്രമല്ല, പല സെക്ഷനിലേക്ക് വരും. അതായത് ഒരു ബൂട്ട് ലൂപ്പായി നമ്മളൊരു ഫോൺ എടുത്ത് നമ്മൾ ഓണാക്കി, ഫോൺ ഓൺ ആവുന്നില്ല, പക്ഷേ ബൂട്ട് ലൂപ്പ്, അതായത് സാംസങ് എന്ന് പറഞ്ഞ് അല്ലെങ്കിൽ MI, ഷോമി എന്ന് പറഞ്ഞ്, വിവോ എന്ന് പറഞ്ഞ്, ഓപ്പോ എന്ന് പറഞ്ഞ ഒരു ബൂട്ട് ലൂപ്പായിട്ട്, അതായത് ഒരു ലോഗോ ഉണ്ട്, പക്ഷേ ഫോൺ ഓൺ ആവുന്നില്ല. സോഫ്റ്റ്വെയർ ഇഷ്യൂസ് ആണ്. നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ സോഫ്റ്റ്വെയർ നമ്മുടെ ഫോണിൻ്റെ USB പിൻ ഉപയോഗിച്ച്, അതായത് നമ്മുടെ ഇതിൻ്റെ പിൻ ഉപയോഗിച്ച് USB ഉപയോഗിച്ച് നമുക്ക് ഫോണുമായി കമ്പ്യൂട്ടറുമായി കണക്ട് ചെയ്തിട്ട് നമുക്ക് സോഫ്റ്റ്വെയർ ചെയ്യാൻ സാധിക്കും. മനസ്സിലായില്ലേ? CC ബോർഡ് വഴി, CC കണക്ടർ വഴി തന്നെ നമുക്ക് സോഫ്റ്റ്വെയർ ചെയ്യാൻ സാധിക്കും. അതിന് വലിയ വില കൊടുക്കേണ്ടതില്ല. മാക്സിമം പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരു 1200 താഴെ വെച്ചിട്ട് ഏതൊരു മോഡലായിരുന്നാലും ഒരു 1200 താഴെ, 1000 രൂപയ്ക്ക് താഴെ തന്നെ നമുക്കത് ഷോപ്പിൽ കൊടുത്ത് നമുക്ക് ചെയ്യാൻ സാധിക്കും. നമ്മുടെ CC കണക്ടർ വഴി തന്നെ നമുക്കത് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അത് ഒന്നാമത്തെ കാര്യം. എന്നാൽ ചില മോഡൽ ഫോണുകൾക്ക് CC കണക്ടർ വഴി നമുക്ക് ഡയറക്റ്റ് ചെയ്യാൻ സാധിക്കത്തില്ല. ചിലപ്പോൾ നമുക്ക് EDL, നമ്മുടെ ഫോൺ പൊളിച്ചിട്ട് EDL പോയിന്റ് വഴി, EDL പോയിന്റ് കണക്ട് ചെയ്താൽ മാത്രമേ നമുക്കത് ചെയ്യാൻ സാധിക്കൂ. അതിൽ ഫോൺ പൊളിച്ച് ബോർഡിൽ EDL പോയിന്റ് കണക്ട് ചെയ്യണം, എങ്കിൽ മാത്രമേ നമുക്ക് സോഫ്റ്റ്വെയർ സാധിക്കുള്ളൂ. അപ്പോൾ അതിന് കുറച്ചും കൂടെയൊക്കെ എമൗണ്ട് നമുക്ക് കൊടുക്കേണ്ടതായിട്ട് വരും. കാരണം ഫോൺ പൊളിച്ച് ചെയ്യുന്നില്ല. അപ്പോൾ അതിന് വേണ്ടി കുറച്ചും കൂടെയൊക്കെ നമ്മൾ എമൗണ്ട് കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അതും നിങ്ങൾ മനസ്സിലാക്കുക. ചില ഫോണുകൾക്ക്, മോഡലുകൾക്ക് ഡയറക്റ്റായിട്ട് ചെയ്യാൻ സാധിക്കും, ചില ഫോണുകൾക്ക് EDL മോഡ് കണക്ട് ചെയ്താൽ മാത്രമേ ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ അതിനനുസരിച്ച് എമൗണ്ടിന് വ്യത്യാസം വരും. ഇനി മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഫോൺ പൂർണ്ണമായിട്ടും ഡെഡായി പോവുകയാണെങ്കിൽ, അതായത് ഞാൻ നേരത്തെ പറഞ്ഞത് ലോഗോ സ്റ്റക്കിംഗ് കാണും, ചിലപ്പോൾ ലോഗോ സ്റ്റക്കിംഗ് ആയിരിക്കാം, ചിലപ്പോൾ ലോഗോ പോലും കാണത്തില്ല, പൂർണ്ണമായിട്ടും ഡെഡായിരിക്കും. സോഫ്റ്റ്വെയർ ഇഷ്യൂസ് കൊണ്ട് സംഭവിക്കാം, ഫോൺ പൂർണ്ണമായിട്ടും ഡെഡായി പോകണം. അതിൽ നമ്മുടെ ഫോണിൻ്റെ അത് നമ്മൾ ഷോപ്പിൽ കൊടുക്കുമ്പോഴത്തേക്കും ഷോപ്പിൽ പവർ സെക്ഷനിൽ യാതൊരുവിധ പ്രോബ്ലംസും ഇല്ലയെന്ന് ഉറപ്പാണെങ്കിൽ നമുക്ക് ഫോണിൻ്റെ EMMCക്ക് അടുത്തുള്ള ISP പിന്നൗട്ട് വഴി മാത്രമേ നമുക്ക് സോഫ്റ്റ്വെയർ സാധിക്കും. ISP പിന്നൗട്ട് വഴി ചെയ്യേണ്ടി വരിക എന്ന് പറയുന്നത് നമ്മുടെ ഫോണിലെ ഡംപ് ഫയൽ കൂടി നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ, അതായത് സോഫ്റ്റ്വെയർ ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് ഫോണിൽ ഡംപ് ഫയൽ ആവശ്യമാണ്. ആ ഡംപ് ഫയൽ മിക്കവാറും നമുക്ക് നമ്മുടെ ഫോണിൽ നിന്നും പെട്ടെന്നൊന്നും നഷ്ടപ്പെട്ടു പോവുകയില്ല, ആ ഫയൽ നഷ്ടപ്പെട്ടു പോവുകയില്ല. സോഫ്റ്റ്വെയർ ഫയലും ഡംപ് ഫയൽ അതിൻ്റെ അകത്തുണ്ടാവും, ആ ഒരു EMMCക്ക് അതായത് ഡംപ് ഫയൽ ഉണ്ടാവും. നമുക്ക് അതുവഴി നമുക്ക് സോഫ്റ്റ്വെയർ ചെയ്യാൻ സാധിക്കും, ഈസിയായിട്ട് ചെയ്യാൻ സാധിക്കും. എന്നാൽ ഡംപ് ഫയൽ കൂടി നമ്മുടെ ഫോണിൽ നിന്ന് നഷ്ടപ്പെട്ടു പോവുകയാണെങ്കിൽ അത്രയ്ക്ക് പ്രോബ്ലംസ് വരികയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അറിയാതെ ചെയ്യുന്ന കാര്യങ്ങൾ, അതായത് ഞാൻ നേരത്തെ പറഞ്ഞ ഫയലുകൾ മാറി ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ ഫോണിന് സോഫ്റ്റ്വെയർ ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന ഡിസ്റ്റർബൻസ്, അങ്ങനെയൊക്കെ കൊണ്ട് ഡംപ് ഫയൽ കൂടി നമ്മുടെ EMMC അല്ലെങ്കിൽ UFSനകത്തുള്ള ഡംപ് ഫയൽ കൂടി നഷ്ടപ്പെട്ടു പോവുകയാണെങ്കിൽ ആദ്യം ഡംപ് ഫയൽ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് സോഫ്റ്റ്വെയർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഡംപ് ഫയൽ ഇൻസ്റ്റാൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫോൺ പൊളിച്ച് ബോർഡ് എടുത്ത് അതിൽ ഷീൽഡ് ഇളക്കി അതിൻ്റെ EMMCക്ക് അടുത്തുള്ള ISP പിന്നൗട്ട് എടുത്ത് JTAG അല്ലെങ്കിൽ US ബോക്സ് ഒക്കെ വഴി നമുക്ക് കണക്ട് ചെയ്താൽ മാത്രമേ നമുക്ക് ആ ഒരു ഡംപ് ഫയൽ നമുക്ക് അതിലേക്ക് ആഡ് ചെയ്യുക. അതിനുശേഷം മാത്രമേ നമുക്ക് നമ്മുടെ CC ബോർഡ് വഴി ഫ്ലാഷ് ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ അതിന് കുറച്ചും കൂടെയൊക്കെ പൈസ കൂടുതൽ കൊടുക്കേണ്ടി വരും. ചിലപ്പോൾ ISP പിന്നൗട്ട് വഴി നമുക്ക് ഡംപ് ഫയലിൽ നമുക്ക് ആഡ് ചെയ്യാൻ സാധിക്കാതെ വരുന്ന സന്ദർഭങ്ങളുണ്ട്. അതും പ്രശ്നങ്ങൾ വരും. അങ്ങനെയാണെങ്കിൽ നമുക്ക് EMMC അല്ലെങ്കിൽ UFS നമുക്ക് വെളിയിലെടുക്കണം. നമുക്ക് ബോർഡിൽ നിന്നും ഡീസോൾഡർ ചെയ്ത് ആ ഒരു EMMC വെളിയിലെടുത്തതിന് ശേഷം അത് എടുത്ത് നമുക്ക് JTAGലോ UFS ബോക്സ് വഴിയോ നമുക്ക് കണക്ട് ചെയ്തിട്ട് അതിൽ ഡംപ് ഫയൽ ചെയ്ത് അത് നമ്മുടെ EMMCയുടെ ഹെൽത്ത് ചെക്ക് ചെയ്ത് അതിൽ പാർട്ടീഷൻ ചെയ്ത് ഹെൽത്ത് ചെക്ക് ചെയ്ത് അതിന് ശേഷം വീണ്ടും നമ്മൾ ഡംപ് ഫയൽ അതിലേക്ക് ഫ്ലാഷ് ചെയ്ത് ആ ഒരു ബോക്സ് വഴി നമ്മൾ ഫ്ലാഷ് ചെയ്ത് പിന്നീട് നമുക്ക് റീസോൾഡർ ചെയ്യണം. നമ്മുടെ ബോർഡിലേക്ക് റീസോൾഡർ ചെയ്ത് പിന്നെ നമ്മൾ ഡയറക്റ്റ് നമുക്കത് ഫ്ലാഷ് ചെയ്യേണ്ടതായിട്ട് വരും. അതിനൊക്കെ സമയം കൂടുതലെടുക്കും, അതുപോലെ തന്നെ പണിയും കൂടുതലാണ്. ഇങ്ങനെയൊക്കെ വരുന്ന സന്ദർഭങ്ങളിലാണ് 2500, 3000, 3500 എന്ന് പറഞ്ഞ ആ ഒരു റേറ്റ് കൂടുന്നത്. കാരണം ഡീസോൾഡർ ചെയ്ത് വെളിയെടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ ചെറിയ കാര്യമൊന്നുമല്ല, സോൾഡറിങ് ഡീസോൾഡറിങ് ചില്ലറ കാര്യങ്ങളല്ല. അപ്പോൾ അതിന് കുറച്ച് എമൗണ്ട് കൂടുതലായിട്ട് വരും. ചിലപ്പോൾ നമുക്ക് EMMC നമുക്ക് മാറേണ്ടതായിട്ട് വരും. ചിലപ്പോൾ EMMC കംപ്ലൈൻ്റ് ആയിട്ട് നമുക്ക് EMMC മാറേണ്ടതായിട്ട് വരും. അപ്പോൾ EMMC മാറുകയാണെങ്കിൽ ആ ഒരു EMMCയുടെ വില കൂടി കൊടുക്കുമ്പോൾ കുറച്ചും കൂടെയൊക്കെ എമൗണ്ട് കൂടും. ഓക്കെ, ചില ഫോണുകൾക്ക് മാത്രമേ EMMC ചേഞ്ച് ചെയ്യുന്നതിനുള്ള ഓപ്ഷൻ കമ്പനി തരുന്നുള്ളൂ. ചില കമ്പനികൾ EMMC പ്രൊവൈഡ് ചെയ്യുന്നില്ല. അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും നമുക്കത് പൂർണ്ണമായിട്ടും ഡെഡ് കണ്ടീഷനിൽ പിന്നെ നമുക്ക് ഫോൺ റിപ്പയർ ചെയ്യാൻ സാധിക്കാത്ത രീതിയിലേക്ക് അങ്ങ് മാറും. അപ്പോൾ അതുകൊണ്ട് സൂക്ഷിക്കുക. സോഫ്റ്റ്വെയർ സ്വന്തമായിട്ട് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. സോഫ്റ്റ്വെയർ തീർച്ചയായിട്ടും ഒരു നല്ല അറിയാവുന്ന ടെക്നീഷ്യന്മാരുടെ കൈ കൊടുത്ത് തന്നെ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ,
അപ്പോൾ ഏകദേശ കാര്യങ്ങൾ നിങ്ങൾക്ക് സോഫ്റ്റ്വെയർ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കണമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായും ഞങ്ങളെ കമൻറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ഞങ്ങളുടെ ഇൻസ്റ്റാമായിട്ട് നിങ്ങൾ കോൺടാക്ട് ചെയ്യുകയോ ചെയ്യുക. ഞങ്ങളുടെ ഇൻസ്റ്റാം ID ഈ ചാനലിൻ്റെ അബൌട്ട് സെക്ഷനിലുണ്ട്, കാണുക. സോഫ്റ്റ്വെയർ സംബന്ധമായിട്ട് ഒരുപാട് സംശയങ്ങൾ പലരും ചോദിച്ചുകൊണ്ട് ഒരു ചെറിയൊരു അവതരണം എന്നുള്ള രീതിയിൽ മാത്രമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, ഏകദേശം മനസ്സിലാക്കണമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, അടുത്തൊരു വീഡിയോ വീണ്ടും കാണുന്നവരെ ബൈ.